പൃഥ്വിരാജിന്റെ ഓണച്ചിത്രമായിട്ട് വരാനിരിക്കുന്ന ഖലീഫയിലെ കിസ്സേ അറിയാതെ എന്നൊരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. ജെയ്സ് ബിജോയ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. വാ. തന്നെയാണ്, ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെയിം തന്നെയാണ്. പടത്തിന് അനുയോജ്യവും. അറബിക് ടോണും സ്റ്റുഡിയോ കേട്ടതുപോലെ ഇരിക്കുന്ന. നോക്കാം. സ്റ്റുഡിയോ കേട്ടിട്ടുണ്ടല്ലോ. ദുരന്തറില്ല. ഇമോഷണൽ സമയം വിടാനുള്ള ചാൻസ് കൂടുതലാണ്. പാട്ട് പാടുന്ന ഫീമെയിൽ വോക്കൽ കൊള്ളാം. ഇത് ഫസ്റ്റ് കേട്ടപ്പോ എനിക്ക് ദുരന്തറില്ല. ആ പാട്ടിലെ ലിറിക്സ് എനിക്ക് അറിഞ്ഞൂടാ. പത്ത് നാന തന നാനാനേ, ആനാനാനാനേ നാനേ, അന്നാനാനാനേ നാ. അത് ആ ഒരു സെയിം ബീറ്റ്, ആ സെയിം പാട്ടും അതുപോലെ തന്നെ ആ വോയിസും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, സെയിം പോലെ തന്നെയാണ് ഇരിക്കണം. ബട്ട് എനിക്കത് കൊളാക്കിയതുപോലെ ഫീൽ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു ഇമോഷണൽ സമയത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് ഒരു പ്ലേസ് ചെയ്യാനുള്ള ഒരു പാട്ട് പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ബട്ട് എനിക്ക് കേട്ട് വരുമ്പോൾ നന്നായിട്ട് വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് പടത്തിലും കൂടെ വരുമ്പോൾ നല്ലൊരു പാട്ട് വരുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും മാപ്പിള പാട്ട് വൈബ് തന്നെയാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചോളൂ. സെയിം വേണ്ട ബീറ്റൊക്കെ. ദുരന്തറല്ല ആ പാട്ടില്ല. നീ ഇൻസ്പയർ ആണോ കോപ്പി ആണോ എന്ന് അറിഞ്ഞൂടാ. നമുക്കും വേണ്ടേ. എന്തിന് അതിയല്ല ഞാൻ തരും. ബീറ്റ് മ്യൂസിക് ഒക്കെ ആ ഒരു അറബിക് ടച്ച് ചെയ്യുന്ന ആ ഒരു ഫ്യൂഷൻ. മൗല മൗല വൈബാവും കേട്ടാ. പാട്ട് കേട്ടിട്ട് വന്ന വൈബാവും. മോല 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 മോല. സത്യം പാട്ട പടത്തിൽ വരുമ്പോ കിടിലനായിരിക്കും കേട്ടാ. റൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും ഓരോ പാട്ടും. പാട്ട് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കിസ് അറിയാതാണ് പാട്ട്. ഞാൻ പറഞ്ഞില്ല, പടത്തില് പാട്ട് പ്ലേസ് ചെയ്യുന്ന പോലെ ഇരിക്കും ഈ പാട്ടുകളുടെ ഒക്കെ ഫ്യൂച്ചർ. നല്ല രീതിക്കാണ് പ്ലേസ് ആവുന്നെങ്കിൽ പാട്ട് വേറെ ലെവലായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പടത്തിന്റെ ഇമോഷണൽ സൈഡിലും എല്ലാം ഇടാനാണ് സാധ്യത കൂടുതൽ. ആ ഒരു പാട്ട് ഇടുമ്പോഴേക്കും അവിടെ ആ സീനൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു വിഷമങ്ങള്, ആ ഒരു ഗിൽട്ടുകള്, അല്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്ന ആ തോന്നലുകള്. അല്ലെങ്കിൽ മിക്കവാറും പാട്ട് ഫുള്ള് വരാനും സാധ്യതയില്ല. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻസ് എടുത്തിട്ട് അത് തുടക്കത്തുനിന്നോ ഒടുക്കത്തുനിന്നോ കുറച്ച് വരികളായിട്ട് ഇട്ട് ഒരു പെട്ടെന്ന് തീർത്തു പോകാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പൃഥ്വിരാജ് ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു സംഭവം നടന്നിട്ട്, ഒരു നെഗറ്റീവ് സംഭവം നടന്നിട്ടിരിക്കുന്ന പോലത്തെ സിറ്റുവേഷനിൽ വിടാനാണ് സാധ്യത കൂടുതൽ. കാരണം പാട്ടിന്റെ ലിറിക്സും പാട്ടിന്റെ ടോണും പറയുന്ന അങ്ങനെ തന്നെയാണ്. അറിയാതെ അറിയാതെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നണം കാര്യം അറിയാതെ, അങ്ങനെ ഒരു അർത്ഥാണെന്നാണ് തോന്നുന്നത്. കാര്യം അറിയാതെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്ന അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ കമന്റ് ചെയ്തേ.
ശരിയാക്കും വേണ്ടി കറക്റ്റ് ദുരന്തമുണ്ട് ആ പാട്ടിന്. അതിന്റെ ഒരു റീമേക്ക് പോലെ പാടുന്ന ലോക്കൽ കൊള്ളാം. കേട്ട് കേട്ട് വരുമ്പോ വൈബാവുന്നടാ പാട്ട് കേൾക്കുമ്പോ. കൊള്ളാം. മോല 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 മോല. നല്ല കിള്ളാൻ എടുത്തിട്ടുണ്ടാ മോല കിസെ അറിയാതെ ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ പൃഥ്വിരാജിലെ ഖലീഫ വൈശാഖ് സംവിധാനം ചമൻ ചാക്കോ എഡിറ്റർ. ഓഗസ്റ്റ് 20 ഓണച്ചിത്രമായിട്ട് ഇനി ക്ലാഷ് ഒന്നുമില്ല. ഒറ്റ പടം ആമിർ അലി വരുന്നുണ്ട്. ട്രെയിലറും കൂടെ ഇറക്കി വിട്ട പടം മിന്നിക്കും, അതിൽ സംശയമൊന്നുമില്ല. സി കിസെ അറിയാതെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ മറ്റൊരു പാട്ടുമായിട്ടുള്ള ഒരു സിമിലാരിറ്റീസ്, സെയിം സാധനം, കോപ്പിയടി, ഇൻസ്പയർഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് തോന്നിക്കും. അങ്ങനെ തന്നെയാണ് പാട്ട്. ആ തുടക്കം കേൾക്കുമ്പോൾ തന്നെ കാരണം അതിന്റെ ബീറ്റും അതുപോലെ തന്നെ കേൾക്കുന്ന ആ ഒരു വോയിസും ഫീമെയിൽ ആണ്. ആ ഒരു കട്ടിയുള്ള ആ ഒരു വോയിസും തന്നെയാണ് തോന്നുന്നത്. അതിനൊരു ഇമോഷണൽ ടൈപ്പ് തന്നെയാണ് ഈ പാട്ടും വരുന്നത്. ഞാൻ പറഞ്ഞില്ല, പടത്തില് ഇതെങ്ങനെ പ്ലേസ് ചെയ്യുന്ന പോലെ ഇരിക്കും ഈ പാട്ടിന്റെ ഒക്കെ ഫ്യൂച്ചർ. കിട്ടില്ലനായിട്ട് കറക്റ്റായിട്ട് ചൂസി ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നെങ്കിൽ ആ പടത്തിലെ ഇമ്പാക്ട് സീനായിരിക്കും ഈ പാട്ട് വരുമ്പോൾ വരാൻ പോകുന്നത്. ബട്ട് പാട്ട് കേട്ട് വരുമ്പോൾ നല്ല കിടിലം പാട്ടാവുന്നറാ ഇത്. നമുക്കും ഇങ്ങനെ ഒരു പാട്ടൊക്കെ വേണ്ടേ? എപ്പോഴും നമുക്ക് ഈ കുറെ ലവ്, ഒരു മെലഡി ആയിട്ടുള്ള ലവ് സോങ്ങുകളും പയ്യെ ഇങ്ങനെ ഉറങ്ങി പോകുന്ന പാട്ടുകൾ, നമുക്കും ഒരു വെറൈറ്റി പാട്ടുകൾ, അല്ലെങ്കിൽ നമുക്കും ഒരു നമ്മളൊരു കോണ്ടന്റ് മാറിയുള്ള ഒരു പാട്ടുകൾ കേൾക്കുമ്പോൾ വേറൊരു പടത്തിലെ പാട്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പാട്ടുകൾ. ഞാൻ ഉദ്ദേശിച്ച കോപ്പിയടി അങ്ങനെയൊന്നല്ല. ഇതും ഇങ്ങനെയും മലയാള പടത്തിലൊക്കെ പാട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ നമുക്കും വേണ്ടേ? നമുക്ക് എപ്പോഴും ഈ പതിയെ ഇങ്ങനെ ഉറങ്ങി അടിച്ച ഒരു ലിറിക്സും ഒരു ഉച്ചാറും ഇല്ലാത്തൊരു ബീറ്റും ഉള്ള എന്തിനാണ്? ഇങ്ങനെ പുതിയൊരു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണം, പുതിയൊരു പാട്ടുകളൊക്കെ വേണം ബോളിവുഡ് ഇൻഡസ്ട്രിക്കും. പാട്ടിന് പഞ്ചോ ഉള്ള, അല്ലെങ്കിൽ പാട്ടുകളൊന്നും ഹിറ്റ് ആവാത്ത, അല്ലെങ്കിൽ പാട്ടുകളൊന്നും അടിച്ചു പൊളിക്കാത്ത ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാള ഇൻഡസ്ട്രി ആണെന്ന് തോന്നുന്നു. അതായത് ഒരു ആട്ടപ്പാട്ടോ അല്ലെങ്കിൽ ഒരു വെറൈറ്റി പാട്ടോ പരിപാടികളും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പൊ വരുന്നത് നിങ്ങൾ ഏതാണ് പറയാൻ? ഏതെങ്കിലും പടത്തിൽ ഒരു പാട്ടോ ഒന്നോ രണ്ടോ പാട്ടുകൾ സൂപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലതൊന്നും കൊള്ളേ ഇല്ലായിരിക്കും. നമ്മൾ കേൾക്കത്തേ ഇല്ല ഇപ്പൊ മലയാള പാട്ടുകളെന്ന്. ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്. നിങ്ങൾ അങ്ങനത്തെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും മറക്കാൻ കമന്റ് ചെയ്തേക്ക്. ബട്ട് എനിക്ക് പാട്ട് കേട്ട് വരുമ്പോൾ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. ആ ഒരു കിസ്സെ അറിയാതെ പദയാത്ര, ആ വോയിസും കൊള്ളാം, മ്യൂസിക്കും കൊള്ളാം, ഫുൾ. കാരണം ഇത് ആമിർ അലി, മമ്പ്രക്കൽ ആമിർ അലി, അഹമ്മദ് അലി, ആ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു സിറ്റുവേഷനിലായിട്ട് അറബിക് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തം പടത്തിലും BGM-ഉം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ ഒരു വൈബിൽ തന്നെ ആയിരിക്കും വരണം. അങ്ങനെ തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പാട്ടൊക്കെ എങ്ങനെ അവർ പ്ലേസ് ചെയ്യും, അതെങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ആവും, കൺവേ ആവും എന്നുള്ളത്. പക്ഷെ പാട്ട് കൊള്ളാടാ, നല്ലൊരു പാട്ട് കിസെ അറിയാതെ.